ഹായ് ഫ്രണ്ട്സ്, സെയിൻറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലെയേർഡ് സ്കേർട്ടാണ്. പഴയ ടീഷർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ സ്കേർട്ട് തയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ സ്കേർട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള പഴയൊരു ടീഷർട്ടാണ്. ആദ്യം നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ എത്രയാണ് ലെങ്ത് വരണേന്ന് നോക്കാം. 15 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് മുകളിൽ ഇലാസ്റ്റിക് ഇടാനും വേണം. അപ്പോൾ ടോട്ടൽ 16 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി നമുക്കതിൻ്റെ ലെങ്ത്ത് വെട്ടി കൊടുക്കാം. ഇപ്പം നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ഈ ടീഷർട്ടിൻ്റെ 2 അരികുവശം ഇതുപോലെ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും വേറെയാണ് തയ്ക്കുന്നത്. ഫ്രണ്ട് വശത്ത് മാത്രമാണ് നമ്മൾ സ്കേർട്ടിന് ലെയർ ഇടുന്നത്. ബാക്ക് പ്ലെയിൻ ആയിരിക്കും. ഇനി ഈ ടീഷർട്ടിൻ്റെ ഈ 2 ആം ഹോള് നമുക്ക് വേണ്ട. അപ്പോൾ അത് നമുക്ക് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബാക്കി വശം 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ 2 പീസും വെട്ടിയെടുക്കാം. ഈ 2 പീസും നമ്മൾ സ്കേർട്ടിന് അറ്റാച്ച് ചെയ്യും. ഇനി സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇവിടെ 1 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി മടക്കി വയ്ക്കുക. ഇവിടെ ആയിരിക്കും ഇലാസ്റ്റിക് ഇടുന്നത്. ഇനി ആ മടക്കിയ പോർഷനിൽ നിന്ന് നേരെ താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് ലെയർ. അപ്പോൾ ഈ ലെയറിൻ്റെ ഇറക്കം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെയും അവിടെ നേരെ താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് 2 ലെയർ താഴെ കിട്ടും. ലെയർ ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. വെറുതെ ഇലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് സ്കേർട്ട് തയ്ക്കാം. ഇവിടെ ഇപ്പം നമുക്ക് 3 ലെയർ കിട്ടി. ഇനി ബാക്കി ഈ 2 ലെയർ നമ്മൾ ആദ്യം ആം ഹോളിൻ്റെ അവിടെ നിന്ന് വെട്ടിയ ഭാഗമാണ്. അത് ഈ 2 പീസിലും നമ്മൾ ഓരോന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ജോയിൻ ചെയ്യുമ്പോൾ നല്ല വശം ചേർത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ഒറ്റ പീസായിട്ട് കിട്ടി. ഇപ്പോൾ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം ഒറ്റ പീസായിട്ട് കിട്ടി. ഇനി ആദ്യത്തെ ലെയറിൽ നമ്മൾ റണ്ണി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒരു ചുരുക്കിട്ട് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ ചുരുക്കിടാണ്. ഇവിടെ ഇപ്പം നമ്മൾ 2 ലെയറിലും ചുരുക്കിട്ടു. അപ്പോൾ ഈ ചുരുക്കിടുമ്പോൾ അതിൻ്റെ വീതി വരേണ്ടത് മുകളിലത്തെ വേസ്റ്റിൻ്റെ ഭാഗമായിരിക്കണം വീതിയായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ ലെയർ ഇതുപോലെ ചുരുക്കിട്ടിട്ട് ഇതിൻ്റെ വീതിയിൽ ഈ തുണീനെ നമ്മൾ ചുരുക്കിട്ട് വെക്കണം. രണ്ടാമത്തെ ലെയർ നമ്മളിതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ തുണീനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ലാസ്റ്റാമത്തെ ലെയറും ഇതുപോലെ തന്നെ ചെയ്യാണ്. അപ്പം നമ്മളിവിടെ 3 ലെയറും അടിച്ചു കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് നമ്മൾ ലെയർ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും അടിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 സൈഡും പാവാടേൻ്റെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇലാസ്റ്റിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇനി അത് ഇടാൻ വേണ്ടി ഇവിടെ നമ്മൾ തുണീന് ഇതുപോലെ 1 ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇതിന് ചുറ്റും ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം. ഇത് മടക്കണമെന്ന് വേണമെങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ആദ്യം വെച്ച് പകുതി മടക്കിയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ചാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക്കിന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലെയേർഡ് സ്കേർട്ട് തയ്ച്ചു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ടീഷർട്ടിൽ നിന്ന് എങ്ങനെയാണ് ലെയർ സ്കേർട്ട് ഉണ്ടാക്കുന്നത് കണ്ടോളൂ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.